വിശുദ്ധ സെലസ്റ്റിൻ പാപ്പ ഒരു റോം നിവാസിയും ആ നഗരത്തിലെ പുരോഹിത വൃന്ദങ്ങൾക്കിടയിൽ ഒരു ശ്രേഷ്ഠമായ വ്യക്തിത്വനുടമയുമായിരുന്നു. അന്നത്തെ പാപ്പയായ ബോനിഫസിന്റെ മരണത്തോടെ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി വിശുദ്ധ സെലസ്റ്റിനെ തിരഞ്ഞെടുക്കുവാൻ തീരുമാനമായി. അങ്ങനെ 422 സെപ്റ്റംബറിൽ മുഴുവൻ വിശ്വാസികളുടെയും പുരോഹിത പ്രമുഖരുടെയും അംഗീകാരത്തോടെ വിശുദ്ധൻ മാർപ്പാപ്പയായി. വിശുദ്ധ ഓസ്റ്റിന്റെ ശിഷ്യനായിരുന്നു ആന്റണി. പിൽക്കാലത്ത് വിശുദ്ധ ഓസ്റ്റിൻ ആന്റണിയെ സഭാപരമായ ഉന്നതികളിലേക്ക് ഉയർത്തി. ഈ ഉയർച്ച ആന്റണിയെ അഹങ്കാരത്തിനും പാപത്തിനും അടിമയാക്കി. അതിനാൽ അദ്ദേഹത്തിന്റെ ജീവിത രീതികളെ ചോദ്യം ചെയ്തുകൊണ്ട് നുമീദിയായിൽ ഒരു സമ്മേളനം കൂടി. തന്നെ നിന്ദിച്ച നുമീദിയ സമിതിയുടെ അധ്യക്ഷനായിരുന്ന മെത്രാപോലിത്തയെ ആന്റണി തന്റെ വരുതിയിലാക്കി. തന്റെ നാട്യങ്ങളിൽ പാപ്പയെ വശംവദനാക്കാം എന്ന പ്രതീക്ഷയിൽ ആന്റണി റോമിലേക്ക് ഒരു കത്തെഴുതി. തന്റെ മെത്രാപോലിത്തയുടെ നിർദ്ദേശങ്ങൾ വായിച്ച ബോനിഫസ് പാപ്പ നുമീദിയയിലെ മെത്രാന്മാരോട് ആന്റണിക്ക് പഴയ അവകാശങ്ങൾ തിരികെ നൽകുവാൻ ആവശ്യപ്പെട്ടു. ഫുസാലയിൽ തിരികെ എത്തിയ ആന്റണി അവിടുത്തെ ജനങ്ങളോട് തന്നെ നിയമപരമായ മെത്രാനായി അംഗീകരിച്ചില്ലെങ്കിൽ അവരെ അനുസരിപ്പിക്കുവാൻ സൈന്യത്തെ വരുത്തുമെന്ന് ഭീഷണി മുഴക്കി. ബോനിഫസ് പാപ്പ മരിച്ചപ്പോൾ വിശുദ്ധ ഓസ്റ്റിൻ വിശുദ്ധ സെലസ്റ്റിനെ ഇക്കാര്യങ്ങൾ ധരിപ്പിച്ചു. ആന്റണി ചെയ്തിട്ടുള്ള കുറ്റങ്ങൾ പൂർണ്ണമായും ബോധ്യപ്പെട്ട അദ്ദേഹം നുമീദിയ സമിതിയുടെ വിധി അംഗീകരിക്കുകയും ആന്റണിയെ സ്ഥാനഭ്രഷ്ടനാക്കുകയും ചെയ്തു. ഇല്ലേരിക്കം ഭാഗങ്ങളിലെ അപ്പസ്തോലിക വികാരിയെ തെസ്സലോനിക്കയിലെ മെത്രാപോലിത്തയായി നിയമിച്ചുകൊണ്ട് അദ്ദേഹം ഉത്തരവിറക്കി. ഈ ഉത്തരവുകളുടെ തുടക്കത്തിൽ വിശുദ്ധൻ ഇപ്രകാരം പറയുന്നു: സ്ഥലങ്ങളുടെയോ ദൂരങ്ങളുടെയോ പരിമിതികൾക്ക് എന്റെ ഇടയപരമായ കർത്തവ്യത്തെ അടക്കി നിർത്തുവാൻ സാധ്യമല്ല. യേശു ആദരിക്കപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇത് ബാധകമാണ്. ഇതിനിടെ കോൺസ്റ്റാന്റിനോപ്പിളിലെ മെത്രാനായിരുന്ന നെസ്റ്റോരിയൂസിൽ നിന്നും വിശുദ്ധന് 2 എഴുത്തുകൾ ലഭിച്ചു. അതിൽ സഭാ സിദ്ധാന്തങ്ങൾക്കെതിരായ വിശുദ്ധന്റെ സിദ്ധാന്തങ്ങൾ തന്മയത്വത്തോടുകൂടി അവതരിക്കപ്പെട്ടിരുന്നു. അലക്സാൻഡ്രിയയിലെ പാത്രിയാർക്കീസ് ആയിരുന്ന വിശുദ്ധ സെറിലിൽ നിന്നും നെസ്റ്റോരിയൂസിന്റെ തെറ്റുകളെക്കുറിച്ചുള്ള വിവരണവും പാപ്പായ്ക്ക് ലഭിച്ചു. അതിനാൽ തന്നെ 430 റോമിൽ ഒരു സിനഡ് കൂടുകയും അതിൽ നെസ്റ്റോരിയൂസിന്റെ എഴുത്തുകളെക്കുറിച്ച് പരിശോധിക്കുകയും അദ്ദേഹത്തിന്റെ മതനിന്ദയെ അപലപിക്കുകയും ചെയ്തു. അതിനാൽ തന്നെ 430 റോമിൽ ഒരു സിനഡ് കൂടുകയും അതിൽ നെസ്റ്റോരിയൂസിന്റെ എഴുത്തുകളെക്കുറിച്ച് പരിശോധിക്കുകയും അദ്ദേഹത്തിന്റെ മതനിന്ദയെ അപലപിക്കുകയും ചെയ്തു. തുടർന്ന് വിശുദ്ധൻ നെസ്റ്റോരിയൂസിനെ സഭയിൽ നിന്ന് പുറത്താക്കുവാൻ തീരുമാനിച്ചു. കൂടാതെ വിശുദ്ധ സെലസ്റ്റിൻ പാപ്പ റോമാക്കാരനായ വിശുദ്ധ പല്ലാഡിയൂസിനെ സ്കോട്ടുകൾക്കിടയിൽ വിശ്വാസം പ്രചരിപ്പിക്കുന്നതിനായി വടക്കേ ബ്രിട്ടനിലേക്കും അയർലൻഡിലേക്കും അയക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. 432 ഓഗസ്റ്റ് 1 ഏതാണ്ട് 10 വർഷത്തോളം പരിശുദ്ധ സിംഹാസനത്തിലിരുന്നതിനു ശേഷം വിശുദ്ധനായ ഈ പാപ്പ ദൈവസന്നിധിയിലേക്ക് യാത്രയായി. ബ്രസില്ലായിലെ സെമിത്തേരിയിലാണ് വിശുദ്ധനെ അടക്കം ചെയ്തിരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ പിന്നീട് വിശുദ്ധ പ്രാക്സേഡിന്റെ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നു.